സർ, ദേവസ്വം ബോർഡിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ഗവർണർ. ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടുന്നത് ഭക്തരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള? തീർച്ചയായിട്ടും ഇത് വളരെ വർഷങ്ങളായിട്ട് ഹിന്ദു സംഘടനകളും ഭക്തരും ഒക്കെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡുകളിൽ നിന്ന് മാറ്റി അത് ഭക്തരെ ഏൽപ്പിക്കണം. സർക്കാർ നിശ്ചയിക്കുന്ന ദേവസ്വം ബോർഡുകളല്ല ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് എന്നാണ് ഹിന്ദു സംഘടനകളുടെയും ഭക്തരുടെയും ആവശ്യം. ഇത് തന്നെയാണ് ഇപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഗോവയിൽ നിന്നാണ് വരുന്നത്, അദ്ദേഹം ഗോവക്കാരനാണ്. ആ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡുകളെ കുറിച്ച് ചിലത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ ദേവസ്വം, അതുപോലെ തന്നെ മലബാർ ദേവസ്വം, ഇങ്ങനെ നിരവധി ദേവസ്വം ബോർഡുകൾ കേരളത്തിലുണ്ട്. ഇത് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനാധിപത്യ സർക്കാരുകൾ രൂപീകരിച്ച് ഭരണം തുടങ്ങുന്നതിനും വളരെ മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുമ്പോൾ രൂപീകരിക്കപ്പെട്ടതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതുപോലെ ഈ നമ്മുടെ മലബാർ ദേവസ്വമൊക്കെ പിന്നീട് വന്ന നമ്മുടെ ഈ ജനാധിപത്യ സർക്കാരുകൾ രൂപീകരിച്ചതാണ് മലബാർ ദേവസ്വം. അപ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡുകൾ കേരളത്തിലെ പല മഹാക്ഷേത്രങ്ങളുടെയും ഭരണ നിർവഹണം ദേവസ്വം ബോർഡുകൾക്കാണ്. അവിടെ പരമ്പരാഗതമായിട്ട് തുടരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അവിടുത്തെ താന്ത്രിക ക്രിയകൾക്കും അതിൻ്റെ ആരാധനാ സംബന്ധമായ ചില നിയമനങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് തന്ത്രി, അതുപോലെ ഈ മേൽശാന്തി, അതുപോലെ അവിടുത്തെ മറ്റ് കഴകം തുടങ്ങിയ ജോലികൾ, ഇതൊക്കെ ചില കുടുംബക്കാർക്ക് പതിച്ചു നൽകിയിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിലൊന്നും മാറ്റം വരുത്താൻ ദേവസ്വം ബോർഡുകൾക്ക് സാധിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മധ്യ കേരളത്തിലെ. അവിടുത്തെ തന്ത്രം അത് ഒരു കുടുംബക്കാർക്ക്, ഒരു തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിന് കീഴിലല്ല വരുന്നതെങ്കിലും അവിടുത്തെ തന്ത്രം അതൊരു തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്, അതിനെ മാറ്റാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രം അത് ഒരു കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്, അത് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ ഭരണം നിർവഹിക്കുന്നത്, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം, അവിടെ വരുന്ന വരുമാനം, അതാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പം ഭഗവാനും ഭക്തനും അല്ല, അല്ലെങ്കിൽ ദേവചൈതന്യവും അവിടുത്തെ ആ പ്രദേശത്തുള്ള ഭക്തർക്കുമല്ല പ്രാധാന്യം, മറിച്ച് അവിടെ എത്ര വരുമാനം വരുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ സർക്കാരുകൾക്കൊക്കെ ഈ വരുമാനത്തിലാണ് കണ്ണ്. ആ വരുമാനം, അവിടെ എത്ര വരുമാനം ഉണ്ടാകുന്നു, ആ വരുമാനം, ആ വരുന്ന പണം അല്ലെങ്കിൽ സ്വർണം, കാഴ്ചദ്രവ്യങ്ങൾ ഒക്കെ ദേവന് സമർപ്പിക്കപ്പെടുന്നതാണ്. അതൊക്കെ അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ ദേവസ്വം ബോർഡുകൾ ഉണ്ടാക്കി, അത് തിരുവിതാംകൂർ, കൊച്ചി ഒക്കെ ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഈ മഹാക്ഷേത്രങ്ങളൊക്കെ ആ ദേവസ്വം ബോർഡുകളുടെ കീഴിലായി. അപ്പോൾ അവിടെ വരുന്ന വരുമാനത്തെ വളരെ കൃത്യമായിട്ട് അതിന് കണക്കും കാര്യങ്ങളും എല്ലാം വെച്ച് അത് ആ ക്ഷേത്രത്തിൻ്റെ തന്നെ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രമാണുള്ളത്. പക്ഷേ ജനാധിപത്യ സർക്കാർ വന്നപ്പോൾ ഭക്തരുടെ പ്രധാന പരാതി ഈ കിട്ടുന്ന വരുമാനം വേണ്ട വിധത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല. ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണി, അവിടുത്തെ ജീർണോദ്ധാരണം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, പൂജ, താന്ത്രിക ക്രിയകൾ, ഉത്സവം തുടങ്ങി ഈ ഇത്തരത്തിൽ ഉള്ള വിശേഷ ദിവസങ്ങളിലെ വിശേഷ പൂജകൾ, ഇതൊക്കെ കാലാകാലങ്ങളിലായിട്ട് ദേവചൈതന്യത്തിന് ലോപം വരുന്നു. ആ ലോപം മാറ്റാൻ വേണ്ടുന്ന ക്രിയകൾ, ഇതൊക്കെ യഥാവിധി ചെയ്യാൻ ദേവസ്വം ബോർഡുകൾ തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപവും കുറ്റപ്പെടുത്തലും വളരെ വ്യാപകമാണ്. ഇത് ജനാധിപത്യ സർക്കാരുകൾ വന്നതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ കടുത്ത അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഉള്ളത് എന്ന് ഹിന്ദു സംഘടനകളും ഭക്തരും ഒരുപോലെ ആരോപിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. അപ്പോൾ ഗവർണർ, നമ്മുടെ ഈ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം ഗോവക്കാരനാണ്. ഗോവയിൽ നമുക്കറിയാം, പണ്ട് ഈ പോർച്ചുഗീസുകാർ വന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് അവിടെ മതപരിവർത്തനം നടന്നു. ആ പ്രദേശത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്ത് നിരവധി പേരെ മതം മാറ്റി അവിടെ ക്രിസ്തു മതത്തിന് വലിയ പ്രചാരം കൊടുത്തു. ഇത് ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ ഈ രാജേന്ദ്ര ആർലേക്കറിന് ഇതിൻ്റെ
യാഥാർത്ഥ്യം എന്താണെന്നറിയാം. ഗോവയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് അവിടുത്തെ പല ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും തകർന്നതെന്നും ആരാണ് തകർത്തതെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ദേവസ്വത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ബോർഡുകൾ രൂപീകരിച്ച് അതിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പതിവില്ല. തിരുപ്പതി ദേവസ്വം നമുക്കറിയാം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ദേവസ്വങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിലെ പോലെ അല്ല. അവിടെയും സർക്കാർ കൈകടത്തുന്നുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവനും ഈ ഒരു ആവശ്യം ഇന്നിപ്പോൾ തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും കർണാടകത്തിലായാലും, തെക്കേ ഇന്ത്യയിലാണ് ക്ഷേത്രങ്ങൾ കൂടുതൽ. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു മുഗൾ ഭരണകാലത്തും മുസ്ലിം ആക്രമണകാലത്തും ഒക്കെ. ഈ ഒരുപാട് ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ നമുക്കറിയാം. സോമനാഥ ക്ഷേത്രം, അതുപോലെ രാമജന്മഭൂമിയിലെ അയോധ്യയിലെ രാമക്ഷേത്രം ഒക്കെ നശിപ്പിക്കപ്പെട്ടതാണെന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ അങ്ങനെയല്ല. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ ഇവർക്ക് കടന്നു കയറാൻ, ആക്രമിച്ചു വരാൻ സാധിച്ചില്ല. വന്ന സ്ഥലത്തൊക്കെ അവർ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ തകർക്കുകയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെട്ട സംഗതികളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡുകൾ, കേരളത്തിലെ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡുകൾ കടുത്ത അനാസ്ഥ കാണിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ വരുമാനം കൃത്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ വലിയ ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നാണ് ഭക്തരുടെ ആരോപണം. നമുക്കറിയാം, ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയാണ് വരുമാനം, അല്ലേ? വർഷം അവിടെ വരുന്ന തീർത്ഥാടകരുടെ എണ്ണം തന്നെ, ഭക്തരുടെ എണ്ണം തന്നെ കോടിക്കണക്കിനാണ്. കോടികളാണ് അവിടെ വന്ന് പോകുന്നത് ഈ മണ്ഡലക്കാലത്ത്. അതും ഒരു ചെറിയൊരു കാലയളവിലാണ് നമ്മൾ ആലോചിക്കണം എത്ര കോടി ഭക്തരവിടെ വരുന്നത്. എല്ലാ ദിവസവും ദർശനമുള്ള, അല്ലെങ്കിൽ എല്ലാ ദിവസവും സാധാരണ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ഉള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമല്ല ശബരിമല. പക്ഷേ അവിടുത്തെ വരുമാനം ശരിക്കും ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ? അത് അക്കാര്യത്തിൽ ഭക്തർക്ക് വലിയ പരാതിയുണ്ട്. ഞാൻ അവരുടെ പരാതികളിലേക്ക് കൂടുതൽ വിശദമായി കടക്കുന്നില്ല. അതുപോലെ തന്നെ ചില ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, വലിയ വരുമാനമൊന്നുമില്ലാത്ത. ഈ ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും അതിൻ്റെ ജീർണോദ്ധാരണത്തിനും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യം, അതിന് വേണ്ടുന്ന നടപടികൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ കൺമുമ്പിലുള്ള ക്ഷേത്രങ്ങൾ തന്നെ എടുത്താൽ നമുക്ക് പറയാവുന്നതല്ലോ. എനിക്കറിയാവുന്ന എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ജീർണിക്കുന്ന അവസ്ഥയിൽ നാട്ടുകാരുടെ ഒരു സാമീപ്യം കൊണ്ട് മാത്രം ആ ക്ഷേത്രം അങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ അവിടെ വരുന്ന വരുമാനം ദേവസ്വം ബോർഡ് എടുക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് അവിടേക്ക് കൃത്യമായ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുമില്ല. ഇനി മറ്റൊരു വലിയ പ്രശ്നം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാ മതത്തിലും പുരോഹിതന്മാർക്ക് വലിയ വിലയാണ്, വലിയ ബഹുമാന്യത കൊടുക്കും. അത് ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ബൗദ്ധ ജൈന മതങ്ങളിലായാലും സിഖ് മതത്തിലായാലും ഒക്കെ ഈ പുരോഹിതന്മാർക്ക്, അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആചാര്യന് വലിയ പ്രാധാന്യം കൊടുക്കും. പക്ഷെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ നിയമം അനുസരിച്ച്, നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് ഈ ക്ഷേത്രത്തിലെ പുരോഹിതൻ, മേൽശാന്തി എന്ന് പറയുന്ന പുരോഹിതൻ ക്ലാസ് 4 ജീവനക്കാരനാണ്. നോക്കൂ, ഒരു ജനതയുടെ ആത്മീയമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന, അതിന് വേണ്ടുന്ന അറിവ് നേടിയ, ഇപ്പോഴുള്ള എല്ലാ മേൽശാന്തിമാർക്കും അത്തരത്തിലുള്ള അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദ്യമുണ്ട്, ഇരിക്കട്ടെ. എന്നാലും ഒരു വലിയ വിഭാഗം അറിവുള്ള ആൾക്കാർ തന്നെയാണ്. അത്തരത്തിൽ അറിവുള്ള ഈ പൂജാകാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്ന, അതിൻ്റെ ഒരു നിഷ്ഠയോടുകൂടി അവർക്ക് വെറുതെ ഈ സാധാരണ നമ്മളൊരു വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് വരുന്നത് പോലെ രാവിലെ 10 മണിക്ക് ജോലിക്ക് വന്ന് വൈകിട്ട് 5 മണിക്ക് പോകുന്നത് പോലെയല്ല. അവർക്ക് ഹോളിഡേ ഇല്ല, ഒഴിവില്ല. അവർ ഇനി എന്ത് ബന്ധാണെങ്കിലും, എന്തൊക്കെ അവധിയുണ്ടെങ്കിലും, സ്വാതന്ത്ര്യദിനമാണെങ്കിലും, അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ആണെങ്കിലും, എന്താണെങ്കിലും ശരി, ക്ഷേത്രം തുറക്കാതിരിക്കാൻ സാധിക്കില്ല. അവിടുത്തെ പൂജയും കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ചെയ്യുന്ന അങ്ങേയറ്റം ഒരു തപസ്സോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരാളാണ് അവിടുത്തെ പുരോഹിതൻ. ആ പുരോഹിതനെ ക്ലാസ് 4 ജീവനക്കാരനായിട്ടാണ് ഇപ്പോഴും ഗണിക്കുന്നത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ ഈ നിയമങ്ങളെല്ലാം സത്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതാണ്. അവിടെ ഒന്നും ഇപ്പോൾ നമ്മൾ പഴയതുപോലെ ആൾക്കാർക്ക് വലിയ വിശ്വാസമുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ പലതും ജീർണോദ്ധാരണം നടത്തി പുനർനിർമ്മിക്കപ്പെടുന്നു. ക്ഷേത്രങ്ങളിൽ എന്താ പറയേണ്ടത്, ഭക്തർ ധാരാളം വരുന്നു. അതുപോലെ അവിടുത്തെ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുന്നു.
വലിയ രീതിയിൽ നമ്മുടെ ക്ഷേത്രവും പരിസ്ഥിതിയുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഞാൻ അതിൻ്റെ ശാസ്ത്രീയതയിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഈ യഥാവിധി ഭരിക്കേണ്ടത് ഭക്തരാണ്. ഭക്തർ വേണം അവിടുത്തെ ഒരു ഭരണസമിതിയെ നിശ്ചയിച്ച് അതിന് വളരെ കൃത്യമായിട്ട് സംവിധാനമൊരുക്കി ഒരു സോഷ്യൽ ഓഡിറ്റൊക്കെ വെച്ചുകൊണ്ട്. ഇത് സ്വകാര്യ ക്ഷേത്രങ്ങളെല്ലാം നമുക്കറിയാം, സ്വകാര്യ ട്രസ്റ്റുകളുടെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ആറ്റുകാൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു മാതൃകയാണ്. ആ മാതൃക അത് നാട്ടുകാരാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ച്, നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്ന് പൊങ്കാല ഇടുന്നത്. നമുക്കറിയാം അല്ലേ? ആറ്റുകാൽ പൊങ്കാല ചരിത്ര പ്രസിദ്ധമാണ്, ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ദേവസ്വം ബോർഡുകൾ വേണ്ട വിധത്തിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ ക്ഷേത്ര ഭരണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ഭക്തരുടെ കയ്യിലേക്ക് തന്നെ ചെന്നെത്തണം. അങ്ങനെ ചെന്നെത്തിയാൽ മാത്രമേ ക്ഷേത്ര ചൈതന്യം ഉണ്ടാവുകയുള്ളൂ. അത് ആ നാടിനും പുരോഗതി ഉണ്ടാവും. അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യപരമായിട്ട് തന്നെ നിയമനിർമ്മാണം വേണ്ടിയിരിക്കുന്നു. അതൊക്കെ നമുക്ക് ഭാവിയിൽ കണ്ടറിയാം എങ്ങനെയൊക്കെയാണെന്ന്.